Hello friends, welcome back to the Kapi Corner. India's most fearless true stories of modern military heroes by Shiv Arur Rahul Singh. അതിൽ വന്ന മേജർ മുകുന്ദ് വരദരാജൻ്റെ സെഗ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് രാജ്കുമാർ പെരിയസ്വാമി സ്ക്രീൻ പ്ലേ എഴുതി സംവിധാനം ചെയ്ത് കമലഹാസൻ പ്രൊഡ്യൂസ് ചെയ്ത് ശിവകാർത്തികേയനും സായി പല്ലവിയും പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്ന അമരൻ എന്ന സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കുക. അപ്പോൾ നമുക്ക് നേരെ സിനിമയിലേക്ക് പോകാം. ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് മിലിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകൾ നമ്മളെ ബോളിവുഡിൽ നിന്നും വന്നിട്ടുണ്ട്. അത് കൂടുതലും ഒരു ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെ ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു വാർ മൂവി, അതൊരു എനിമിറ്റി ഒക്കെ വെച്ചിട്ടുള്ള ഒരു വാർ മൂവി കൈൻഡ് ഓഫ് മൂവീസാണ് കൂടുതലും വന്നിട്ടുള്ളത്. അതൊന്നും നമ്മളെ അത്രമാത്രം കണക്ട് ചെയ്തിട്ടില്ല, അത്രമാത്രം ഡെപ്ത് ആ ഫിലിമിനുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ഹീറോയിക് ഇമേജ് കാണിക്കാൻ വേണ്ടി ചെയ്ത ഫിലിംസ് ആയിരുന്നു കൂടുതലും. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ക്രീൻ പ്ലേസും അത്രമാത്രം ഒരു വീക്ക് സ്ക്രീൻ പ്ലേസ് ആയിട്ട് നമുക്ക് പറയാം. പക്ഷേ ഈ ഒരു ഫിലിം നമ്മളെ അത്രമാത്രം കണക്റ്റ് ചെയ്യുന്നുണ്ട്. പേഴ്സണലി എന്നെ അത്രമാത്രം കണക്റ്റ് ചെയ്ത ഒരു ഫിലിമാണ് ഈ ഒരു അമരൻ എന്ന് പറയുന്നത്. അത് ഒന്ന് ശിവകാർത്തികേയൻ്റെയും സായി പല്ലവിയുടെയും ആ ഒരു കോംബോ നല്ല പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആയതുകൊണ്ടും അവരുടെ പെർഫോമൻസിൻ്റെ ബലം കൊണ്ടുമാണ് കൂടുതലും ആൾക്കാരിലേക്ക് അത് കണക്റ്റ് ആയിട്ടുള്ളത്. രണ്ട്, ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇതിൻ്റെ സ്ക്രീൻ പ്ലേ കൊണ്ടും കൂടിയാണ്. കാരണം പ്രോപ്പറായിട്ട് വളരെ മനോഹരമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ, എന്നാൽ ബോറടിപ്പിക്കാത്ത പിടിച്ചിരുത്തുന്ന രീതിയിൽ നല്ല പ്രോപ്പറായിട്ട് രാജ്കുമാർ പെരിയസ്വാമി ഇതിൻ്റെ സ്ക്രീൻ പ്ലേയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് അദ്ദേഹം അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് റിയൽ ലൈഫ്, ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാകുമ്പോൾ ഒരുപാടങ്ങ് നമുക്ക് അഡീഷണൽ എലമെൻസോ കാര്യങ്ങളോ ഒന്നും ഹീറോയിസോ ഒന്നും ചേർക്കാൻ കഴിയില്ല. അത് ഒരു റിയൽ ലൈഫിനെ ബേസ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ ആകുമ്പോൾ അപ്പം അതിനെ പ്രോപ്പറായിട്ട് വെച്ചുകൊണ്ട് നല്ല പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് ഈ ഒരു ഫിലിമിൻ്റേത്. എടുത്തു പറയേണ്ടത് സായി പല്ലവിയുടെയും ശിവകാർത്തികേയൻ്റെയും പെർഫോമൻസ് തന്നെയാണ്. തമിഴിലെ അടുത്ത സൂപ്പർ സ്റ്റാറായിട്ട് ഉയർത്തി കാണിക്കുന്ന ഒരാളാണ് ശിവകാർത്തികേയൻ. അതിനനുസരിച്ച് തന്നെ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു റെസ്പോൺസുമാണ് തിയേറ്ററുകളിൽ ഈ ഒരു ഫിലിമിന് കിട്ടുന്നത്. ദിവാലി റിലീസായിട്ട് വന്ന ഫിലിം അത്യാവശ്യം നല്ല രീതിയിൽ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നുള്ളത് സായി പല്ലവിയാണ്. സായി പല്ലവി ഒരുപാട് റിവ്യൂസിലും കാര്യങ്ങളിലും ഒക്കെ ഞാൻ വായിച്ചിരുന്നു. കുറച്ച് ഓവറായിട്ടാണ് പുള്ളിക്കാരി ആക്ട് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഐ ഫെൽറ്റ് ഷീ ഡിഡ് ഹർ ജോബ് റിയലി വെൽ. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളിക്കാരി അത് പെർഫോം ചെയ്തിട്ടുണ്ട്. കുറച്ച് ബബ്ലി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അത് പ്രോപ്പറായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ആ ഫിലിം കുറച്ചും കൂടെ കണക്റ്റ് ആവുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി അതിൻ്റെ എൻഡിങ്ങിലും കാര്യങ്ങളിലും. കാരണം അതൊരു നോൺ സ്റ്റോറിയാണ്. നമുക്ക് അൺഎക്സ്പെക്റ്റഡ് അല്ല. ഒരു ക്യാരക്ടർ മരിക്കുമെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ്. അപ്പം ആ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ പ്രോപ്പറായിട്ട് നമ്മളെ കണക്റ്റ് ചെയ്യിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് അവരുടെ പെർഫോമൻസും കൂടെ കൊണ്ടാണ്. അത് മനോഹരമായിട്ട് സായി പല്ലവി അത് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയുന്നതിന് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. GV പ്രകാശ് കുമാറാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളും നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. ഏകദേശം 3 മണിക്കൂറോളം സിനിമയുണ്ട്. എന്നാലും നമുക്ക് ഒട്ടും ബോറടിക്കില്ല, ഒട്ടും ലാഗ് അടിക്കില്ല. വളരെ പെട്ടെന്ന് തന്നെ ഫിലിം പോകുന്നതായിട്ടൊരു ഫീലിംഗ് നമുക്ക് വരും. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതൽ അദ്ദേഹം മരിക്കുന്നവരെയുള്ള ആ ഒരു ലൈഫ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് അക്കാഡമിയിലേക്കുള്ള പ്രവേശനവും അതിനുശേഷം അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ പല ഓപ്പറേഷൻസും. അദ്ദേഹം ആദ്യം എനിക്കൊന്ന് വെപ്പൺ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം രാഷ്ട്രീയ റൈഫിൾസിൽ ജോയിൻ ചെയ്യുന്നതും അവിടെ വെച്ച് അദ്ദേഹം 1-2 ടെററിസ്റ്റുകളെ അദ്ദേഹം ഫോളോ ചെയ്യുന്നതും അവരെ മാർക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് സീൻസും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കാതെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ഫിലിം തന്നെയാണ്. അവസാനം നിങ്ങളെ കുറച്ച് മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന ഒരു ഫിലിം കൂടിയാണ് അമരൻ എന്ന് പറയുന്നത്. അപ്പം ഡെഫിനറ്റ്ലി സിനിമ തിയേറ്ററിൽ തന്നെ കാണാൻ കഴിയുന്നവർ തിയേറ്ററിൽ തന്നെ കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഈ വീഡിയോയുടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയേക്കുക. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.